ഹായ് ഗായ്സ്, വെൽക്കം ടു ഫ്രഷ് ടോക്ക്. സീരിയൽ എപ്പിസോഡുകൾ ചുരുക്കത്തിൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ ദിവസം ബാലചന്ദ്രൻ മക്കളും കൂടി വൈജയന്തിയുടെ പുതിയ പരിഷ്കാരങ്ങൾ സഹിക്കാൻ പറ്റാതെ ഔട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഔട്ടിങ്ങിനൊക്കെ പോയിട്ട് വന്ന് തിരിച്ച് വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ബാലചന്ദ്രൻ കാറിൽ വെച്ചിട്ട് മക്കളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അലീന ഇവിടുന്ന് പോയത് എന്ത് കാരണം കൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ടാണ് വൈജയന്തി തിരിച്ച് വീട്ടിലെത്തിയത്. അവൾ തിരിച്ചു വന്നതിന്റെ പ്രധാന ലക്ഷ്യം തന്നെ പഴയ പോലെ വീട് അവൾക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടും ഭരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. പിന്നെ ഒന്നൊന്ന് മര്യാദ പഠിപ്പിക്കുക എന്നുള്ളതാണ് അവളുടെ പ്രധാന ലക്ഷ്യം. അതിന് നിങ്ങൾ മക്കളെ കൂട്ടുപിടിച്ചിട്ട് പഴയ പോലെ എനിക്കെതിരെ തിരിക്കാൻ വേണ്ടിയിട്ടാണ് അവളുടെ പുതിയ തീരുമാനങ്ങളും ആലോചനയും ഒക്കെ എന്ന് ബാലചന്ദ്രൻ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വൈജയന്തി ഓരോ പ്രശ്നങ്ങളും ഇങ്ങനെ വീട്ടിലുണ്ടാക്കാൻ ശ്രമിക്കും. നിങ്ങൾ അതൊക്കെ കേട്ട് മിണ്ടാതെ നിങ്ങളെ കാര്യങ്ങൾ മാത്രം നോക്കുക, പഠിക്കുക. നമ്മൾ സ്വയം മിണ്ടാതിരുന്ന പ്രശ്നങ്ങൾക്കൊന്നും പോവാതിരുന്നാൽ അവൾ സ്വയം നിർത്തിക്കോളും. നമ്മുടെ സ്വന്തം കാര്യം മാത്രം ജീവിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൾ കാണാതെ ചെയ്തോളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, അവളായിട്ട് പ്രശ്നത്തിനൊന്നും പോവാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് അവരെല്ലാവരും കൂടെ വീട്ടിലേക്ക് പോകുന്നത്. അവരകത്തേക്ക് കയറുന്ന സമയത്ത് വൈജയന്തി അവരെ കാത്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്താഴ്ച എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചോ? ഇന്നത്തെ പോലെ എന്നും അച്ഛൻ ഇങ്ങനെ ഭക്ഷണം വാങ്ങിത്തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് മക്കളെ വൈജയന്തി കളിയാക്കുന്നുണ്ട്. ഞാൻ വെച്ച് വിളമ്പിയതും ഇവിടുത്തെ അടുക്കളയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചിട്ടാണ് നിങ്ങൾ 3 പേര് ഇതുപോലെ ആയത്, എന്നിട്ട് നിങ്ങൾ ഈ സമയത്ത് ഇങ്ങനെയാണോ കാണിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ബബിത അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇതൊന്നും കേൾക്കുന്നില്ലേ എന്ന്. ബാലചന്ദ്രൻ അപ്പൊ പറയുന്നുണ്ട്, എന്നെ ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എനിക്ക് അമ്മ ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണെങ്കിൽ ഭാര്യയും ഇല്ലാന്ന്. ഇത് കേട്ട് വൈജയന്തി പറയുന്നുണ്ട്, ഭാര്യ ഇല്ലാന്നോ, അപ്പൊ ഞാൻ പിന്നെ ആരായെന്ന്. ബാലചന്ദ്രൻ അപ്പൊ പറയുന്നുണ്ട്, നീ ഒരു അനാഥ പ്രേതം. എന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി എവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞു വന്ന് ഞാനില്ലാത്ത സമയം നോക്കി എന്റെ വീട്ടിൽ തിരിച്ചു കയറി ഒരു അനാഥ പ്രേതം. അത്രയേ ഉള്ളൂ എനിക്ക്. നീ എന്നോട് ചോദിക്കാതെ സ്വയം ഇഷ്ടപ്രകാരം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയവളല്ലേ നീ. നിനക്ക് ഈ വീട്ടിൽ തിരിച്ചു കയറാൻ പറ്റും, പക്ഷെ എന്റെ മനസ്സിൽ തിരിച്ചു കയറാൻ പറ്റില്ല. അതിന് നീ എന്നോട് ചോദിക്കണം എന്ന് പറയുന്നുണ്ട്. ഇതും പറഞ്ഞ് ബാലചന്ദ്രൻ വേറെ ഒന്നും നോക്കാതെ മേളിലോട്ട് കയറി പോകുന്നുണ്ട്. വൈജയന്തി ആ സമയത്ത് ഷോക്കായിട്ട് സ്തംഭിച്ച് നിൽക്കുകയാണ്. കാരണം അവളുടെ പഴയ ഭരണങ്ങളൊന്നും അവിടെ വില പോകുന്നില്ല. പിന്നീട് കാണിക്കുന്നത് കുളത്തൂർപ്പുഴയിലെ സ്റ്റാൻലിയുടെ വീടാണ്. അവിടെ ഇരുന്നിട്ട് സ്റ്റാൻലിയും വല്യപ്പച്ചനും കൂടി മദ്യപിക്കുകയാണ്. വല്യപ്പച്ചൻ ഒരു പെഗ്ഗിൽ നിർത്തി, പക്ഷേ പിന്നെയും മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റാൻലി അവിടെ ഇരുന്നിട്ട്. അപ്പച്ചനെ നിർത്ത്, മതി, ഇത്ര മതി എന്നൊക്കെ പറയുന്നുണ്ട് സ്റ്റാൻലിയോട്. പക്ഷെ സ്റ്റാൻലി അത് അനുസരിക്കുന്നില്ല. അപ്പച്ചനെന്താ അലീനയെ പേടിയായതുകൊണ്ടാണോ മദ്യപിക്കാതെ ഇരുന്നത്, അതോ ചിന്നമ്മയെ പേടിച്ചിട്ടാണോ മദ്യപിക്കാതെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അപ്പച്ചൻ പറയുന്നുണ്ട്, ഓ, ഒറിജിനൽ ചിന്നമ്മയെ എനിക്ക് പേടിയില്ലായിരുന്നു, പിന്നെയാണോ കോപ്പി. സ്റ്റാൻലി അപ്പൊ പറയുന്നുണ്ട്, ഇതും ഒറിജിനൽ തന്നെയാണ്, ഒറിജിനൽ ചിന്നമ്മ തന്നെ. അതുകൊണ്ടല്ല നമ്മൾ സ്നേഹിക്കുന്നവരുടെ മുന്നിൽ നമ്മൾ നമ്മുടെ വില കളയാൻ പാടില്ല. അവർ നമുക്കൊരു സ്നേഹവും പരിഗണനയൊക്കെ തരും, അതിനനുസരിച്ച് നമ്മൾ നിൽക്കണം എന്നൊക്കെ അപ്പച്ചൻ സ്റ്റാൻലിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് മദ്യപിച്ച ശേഷം സ്റ്റാൻലി ഇങ്ങനെ അലീനയുടെ പഴയ കാര്യങ്ങളൊക്കെ പറയാണ്. എനിക്കിങ്ങനെ ഒരു മക്കളുണ്ടായത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് 23 വർഷക്കാലം അവൾ ഓരോ നരകമായി ജീവിതം അനുഭവിച്ചത്. അവളൊരു അനാഥാലയത്തിലായിരുന്നില്ല. എനിക്ക് അവളെ നോക്കാനോ അവൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇനിയെങ്കിലും എനിക്ക് അവളെ നോക്കണം, അവൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അപ്പച്ചൻ അലീനയെ ഇഷ്ടമല്ലേ? എൻ്റെ മോള് സുന്ദരിയല്ലേ, അഭിമാനമുള്ളവളല്ലേ, വിവേകമുള്ളവളല്ലേ? അപ്പച്ചനും എല്ലാവർക്കും അവളെ ഇഷ്ടമാക്കില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് സ്റ്റാൻലി അപ്പച്ചനോട്. പിന്നീട് പറയുന്നുണ്ട്, അലീനയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ട് അവളെ ഈ ലോകം തന്നെ ഞാൻ ചുറ്റിക്കും. എന്നിട്ട് തിരിച്ചു വന്ന ശേഷം അവൾക്ക് വേണ്ടി നല്ലൊരു ചെറുക്കനെ, നസ്രാണി ചെറുക്കനെ കണ്ടുപിടിച്ചിട്ട് ഞാൻ അവളെ കല്യാണം കഴിപ്പിക്കുമെന്ന്. ഇത്രയും കാലം അവൾ അനുഭവിച്ച ഈ ജീവിതത്തിന്റെ നല്ല ഭാഗങ്ങൾ അതിനോടെ അവൾ പഠിക്കും. നല്ല ജീവിതമായിരിക്കും ഞാൻ അവൾക്ക് കൊടുക്കാൻ പോകുക എന്ന്. അപ്പച്ചനപ്പോൾ പറയുന്നുണ്ട്, നിനക്ക് അലീന എന്ന മോള് മാത്രമല്ലുള്ളത്, വേറെ 3 മക്കളും കൂടെ ഉണ്ട് എന്ന്. അവരെ പോലെയാണോ അപ്പച്ച അലീന? അവരൊക്കെ ഓരോ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ അനുഭവിച്ച് ജീവിച്ചവരല്ലേ. എൻ്റെ മകൾ അതുപോലെയാണോ? അവൾക്ക് നല്ലതൊന്നും കിട്ടിയിട്ടില്ല, എനിക്കെങ്കിലും അവൾക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ബോധമില്ലാത്ത സ്റ്റാൻലി സ്വന്തം റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. പിന്നീട് അപ്പച്ചൻ വന്നിട്ട് അലീനയുടെ റൂമിന്റെ കതക് മുട്ടുകയാണ്. അലീന അപ്പം അകത്തുനിന്നും പറയുന്നില്ല, വിളിച്ചിട്ടൊന്നും കേൾക്കുന്നുമില്ല. പിന്നെ വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് കാണുന്നത് വാതിൽ പൂട്ടിയിട്ടില്ല എന്നത്. ആ സമയം കതക് തുറന്നു നോക്കിയപ്പം അലീന അവിടെ കട്ടിലിൽ ഉറങ്ങാതിരിക്കുകയാണ്. നീ എന്താ ഇത്രയും നേരമായിട്ട് ഉറങ്ങാതെന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഓ, നിങ്ങളെ മദ്യപാനവും കള്ളുകൂടിയൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ മദ്യപിക്കുന്നത് നല്ല ശീലമൊന്നുമല്ല. പപ്പ എന്നും സ്ഥിരമായിട്ട് മദ്യപിക്കുന്നുണ്ടല്ലോ, വല്യപ്പച്ചനൊന്ന് പറഞ്ഞു കൊടുത്തുകൂടി മദ്യപിക്കരുത് എന്ന്. സന്തോഷത്തോടെ തുള്ളിച്ചാടി നടക്കുന്ന ഒരു മനുഷ്യന്റെ പുറം നമുക്ക് അറിയാൻ പറ്റും, പക്ഷെ ഉള്ളെങ്ങനെ നമുക്ക് അറിയാൻ പറ്റില്ല. ഇതുപോലെ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ഉള്ളിൽ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? പുറത്ത് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം വീണ് പോകുന്ന മനുഷ്യരുണ്ട് ഇങ്ങനെ മദ്യപാനികളായവരെ. വല്യപ്പച്ചൻ ഈ മദ്യപാനം നിർത്തണം, പപ്പയോടും പറയണം ഇതൊന്നും നിർത്താൻ എന്നൊക്കെ പറയുമ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, എനിക്കറിയില്ല മോളെ, ഇത് അവൻ മിലിറ്ററിയിൽ ഉണ്ടായിരുന്ന സമയം തൊട്ടേ തുടങ്ങിയ ഒരു ശീലമാണ്. അലീന ഇപ്പൊ പറയുന്നുണ്ട്, തെറ്റായ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോൾ തുടങ്ങിയതാണെങ്കിലും അത് തിരുത്താൻ ശ്രമിക്കാണ്, ഞാൻ ശ്രദ്ധിച്ചോളാം, പപ്പയുടെ ഈ കൂടി ഞാൻ നിർത്തിക്കാൻ ശ്രമിക്കാമെന്നൊക്കെ വല്യപ്പച്ചനും അലീനയും കൂടെ ഇത് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് അറിയാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.